Yo, hello guys, and it's me Aki, and you're watching Take It You. അപ്പൊ ഗൈസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയില് അതായത് ഇൻസ്റ്റഗ്രാമില് നമ്മളെ ഒരാള് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത അയാളുടെ പേര് കിട്ടില്ല, മെസ്സേജ് അയക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് ഇത് ചെയ്തേക്കുന്നത്, നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കണേ. എന്തെങ്കിലും ഒരു മൊമെന്റിൽ ആങ്കറിന്റെ പുറത്തെങ്ങാനൊക്കെയാണ് ബ്ലോക്ക് ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യാൻ മിക്കവാറും അൺബ്ലോക്ക് ചെയ്ത് തരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അൺബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മെസ്സേജ് നമുക്ക് അങ്ങോട്ട് അയക്കാൻ പറ്റും, അത് അവർക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു റിക്വസ്റ്റ് പോലെ അയക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ ഇന്നീ പറഞ്ഞു തരുന്നത്. അപ്പോ ആ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് 2 അക്കൗണ്ട് വേണം. ഒരെണ്ണം നമ്മൾ മെയിൻ ആയിട്ട് ചാറ്റ് ചെയ്യാനുള്ള അക്കൗണ്ട്, വേറെ ഒരെണ്ണം നമ്മുടെ ഫ്രണ്ടിന്റെ അല്ലെങ്കിൽ നമ്മൾ തന്നെ വേറെ സെക്കൻഡ് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് ശരിക്കും 2 അക്കൗണ്ടാണ് ആവശ്യമുള്ളത്. എന്താ ചെയ്യേണ്ട പരിപാടി എന്നൊക്കെ ഞാൻ നേരെ വീഡിയോയിൽ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണില് പേഴ്സണിഫൈഡ് അല്ല ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രിക്ക് ചെയ്യാനുള്ള ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാണ്. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ 3 അക്കൗണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 3 അക്കൗണ്ടും ഇതാണ് എൻ്റെ ഒരു അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ട് ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു അക്കൗണ്ട് ചെയ്യുന്നു കേട്ടോ. ഇപ്പോൾ ഈ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. ഇനി നമുക്ക് ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് എടുത്ത് നോക്കാം, എന്നെ സെർച്ച് ചെയ്താൽ കിട്ടുമോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഈ ID സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ മൈൻഡ് ഫ്ലെയർ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ് ഞാനിപ്പോൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്ക് 3 അക്കൗണ്ട് ആവശ്യമുണ്ട് കേട്ടോ. ശരിക്കും 3 അക്കൗണ്ട് അല്ല, 2 അക്കൗണ്ട് ആവശ്യമുണ്ട്. ഒരു അക്കൗണ്ട് നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അക്കൗണ്ടും നമുക്ക് ചാറ്റ് ചെയ്യേണ്ട അക്കൗണ്ടും വേറൊരു അഡീഷണൽ അക്കൗണ്ടും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ട്രിക്ക് ചെയ്യാൻ വേണ്ടി ടോട്ടൽ 3 അക്കൗണ്ടാണ് ആവശ്യം വന്നേക്കണേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ പേര് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമോ നോക്കാം. ബ്ലോക്ക് ചെയ്താൽ പേര് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോ റിസൾട്ട്സ് ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ചെയ്തേക്കുന്നത് സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഹോം പോവാം. ഇനി നമ്മുടെ 3ാമത്തെ അക്കൗണ്ട്, ഈ 3ാമത്തെ അക്കൗണ്ട് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 അക്കൗണ്ട് ഞാൻ എന്താണെന്ന് വെച്ച് കാണിച്ചു തരാം. ഓക്കെ, 3ാമത്തെ അക്കൗണ്ട് ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം നമ്മളെ ബ്ലോക്ക് ചെയ്ത ഇതിൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ ഇതിൽ നിന്ന് വേറെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യണം. ഓക്കെ, വേറെ അക്കൗണ്ടിൽ നിന്ന് റിക്വസ്റ്റ് സെൻഡ് ചെയ്തിട്ട് നൈസായിട്ട് അവരെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിപ്പിക്കണം. എന്നാലാണ് നമുക്ക് അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ മെസ്സേജ് അയക്കാനുള്ള കോലത്തിലാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കോർണറിൽ ടോപ്പ് കോർണറിൽ ഒരു സിമ്പിൾ കാണാൻ കഴിയും, ഒരു പെൻസിലിൻ്റെ പോലത്തെ സിമ്പിൾ. ആ പെൻസിലിൻ്റെ പോലത്തെ സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു വിൻഡോയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടാണ് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇനി എൻ്റെ വേറൊരു അക്കൗണ്ട്, ആ വേറൊരു അക്കൗണ്ട് ഞാൻ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മറ്റേ അക്കൗണ്ടും കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. ഇനി ഈ ചാറ്റിൽ ഒരു ഡോട്ട് മെസ്സേജ് അയച്ചിടാം. ഈ ഡോട്ടിന് പകരം എന്ത് മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ 2 അക്കൗണ്ടിലേക്കും ഈ മെസ്സേജിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം. ഓക്കെ, ഈ അക്കൗണ്ടല്ല, നമുക്ക് മൈൻഡ് ഫ്ലെയറിൽ നിന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കാണാം. അതിൻ്റെ അകത്ത് ഇതാണ് ഇവിടെ കാണാം. അപ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രൈമറിയിലേക്ക് മൂവ് ചെയ്തു. ഇനി നമുക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണോ മറ്റേ ആൾക്ക് മെസ്സേജ് അയക്കേണ്ടത് ആ അയാൾക്ക് അയക്കാനുള്ള മെസ്സേജ് ഇവിടെ ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹലോ എന്ന് അയച്ചേക്കാണ്. ഓക്കെ, മറ്റേ ആൾക്ക് അയക്കാനുള്ള മെസ്സേജ് ഞാനിവിടെ ഹലോ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ആദ്യത്തെ അക്കൗണ്ട്, അതായത് ഡെമഗോർഗൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ബാക്കിയുള്ള 2 അക്കൗണ്ടും കൂടി ഒരുമിച്ച് കയറ്റിയത്. ആ അക്കൗണ്ടിലേക്ക് കയറാം. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഡോട്ട് എന്നുള്ള മെസ്സേജ് അൺസെൻഡ് ചെയ്യാം.
ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് മേക്ക് അഡ്മിൻ ആക്കാം. ഓക്കെ, എന്നിട്ട് ലീവ് ചാറ്റ് കൊടുക്കാം. അങ്ങനെ ലീവ് ചാറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ട്രേസും കാണാൻ കഴിയില്ല. ഇനി നമുക്ക് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് പോവാം. അതായത് നമ്മൾ ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് നമുക്ക് പോവാം. ഓക്കെ, ഇങ്ങനൊരു ഓപ്ഷൻ കാണും. യു ഹാവ് ബ്ലോക്ക് ദ മൈൻഡ് പ്ലെയർ, ഇഫ് യു സ്റ്റേ ഇൻ ദിസ് ഗ്രൂപ്പ് യു വിൽ സീ ദെയർ മെസ്സേജസ് ദേ ക്യാൻ സീ യുവേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റേ ഇൻ ഗ്രൂപ്പ് അവർ കൊടുത്താൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മൾ ബ്ലോക്ക് ചെയ്ത ആൾ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് അവർ കാണിക്കും. അപ്പോൾ ബ്ലോക്ക് ചെയ്ത ആളില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തന്നെ നമുക്ക് നേരത്തെ തന്നെ സാധാ പോലെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനും അതിന് റിപ്ലൈ കൊടുക്കാനൊക്കെ പറ്റും. അതിനിപ്പോൾ ഞാൻ ഇവിടെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് നമ്മൾ ബ്ലോക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് ടൈപ്പ് ചെയ്തിടാം. അവർക്ക് സാധനം കാണാൻ പറ്റും. ഇതിനിപ്പോൾ ടൈപ്പ് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ ഇനിയിപ്പോൾ അപ്പറയും വന്ന് ഈ അക്കൗണ്ടിലല്ല, ഈ അക്കൗണ്ടിൽ ഇതേന മെസ്സേജ് വന്നിട്ടുണ്ട്. സാധാ പേഴ്സണൽ ചാറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് മെസ്സേജ് വന്നിരിക്കുന്നത്. ബ്ലോക്ക് ചെയ്തേക്കുന്ന കാരണം നമുക്ക് പ്രൊഫൈൽ എടുത്ത് കാണാൻ പറ്റില്ല. ഓക്കെ, പ്രൊഫൈലൊന്നും എടുത്ത് കാണാൻ പറ്റില്ല. അതാണ് ഇങ്ങനെയാണ് കാണിക്കണേ. ഓക്കെ, നമ്മൾ സാധാ റെഗുലറായിട്ട് ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ സിമ്പിൾ ട്രിക്കാണ്. നമ്മൾ വാട്സാപ്പിലും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ സെയിം ട്രിക്ക് തന്നെയാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർക്കും ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് പുറത്താണ് ഇത് ചെയ്തിരിക്കണമെങ്കിൽ, അല്ലാണ്ട് വല്ലവരും പേടിപ്പിച്ച് ഇത് ചെയ്ത് ബ്ലോക്ക് ചെയ്തിട്ടേക്കണമെങ്കിൽ അവരെന്തായാലും അൺബ്ലോക്ക് ചെയ്യൂല, അവരെ സ്റ്റെയിൻ ചാറ്റ് കൊടുക്കില്ല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യണം. അത്രേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരാൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ കോലത്തിൽ നമുക്ക് അങ്ങോട്ടും തിരിച്ച് മെസ്സേജൊക്കെ അയക്കാൻ പറ്റും. ഒരു കുഴപ്പമുണ്ടാവില്ല. ബ്ലോക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്താണ് ബ്ലോക്ക് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് വീണ്ടും മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.